ജോൾസ് ജോയ്സ് ഞാൻ മറ്റേ വെള്ളക്കാരൻ. ജോൾസ് ജോയ്സ് ഒക്കെ എവിടുന്ന് കിട്ടി? മള്ളി പുതിയ ബിസിനസ്. ഈ ഡ്രസ്സോ? പുതിയ ബിസിനസ്. എന്താണ് ബിസിനസ്? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു ചേട്ടാ. 2025 അല്ലേ പറഞ്ഞല്ലോ? 2025 ഈ വർഷം എന്നെ വിട്ടുപിടിക്കണം. വിട്ടുപിടിക്കാനോ? ഞാൻ അതാ പറഞ്ഞ നിനക്ക് വേണ്ടിട്ട് ചന്ദ്രനെ കണ്ണാപ്പി ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അല്ല ശരിക്കും പറഞ്ഞ കണ്ണാപ്പി ഇപ്പം മറ്റേ ബസ്സിൽ എറണാകുളം പൊക്കോണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് മൊബൈൽ ഡാറ്റയിൽ കൂടെയാണ് കയറ്റിയേക്കുന്നത്. കാരണം എനിക്കത് വയ്യാത്തോണ്ട്, മനസ്സിലായോ? അവൻ ഇപ്പോഴും ബസ്സിലിരുന്നാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഞാനൊരു ബലിയാടായിട്ടൊക്കെ തരുവാ രണ്ടുപേരെ. അപ്പൊ അവരെ രണ്ടിനെ എടുത്തോ, കണ്ണാപ്പി എടുത്തോ, ചന്ദ്രനെ എടുത്തോ. ഇവരെയൊക്കെ ഉപയോഗിക്കാം, യൂസ് ചെയ്യാം, നിനക്ക് ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഷോർട്സ് ആയിക്കോട്ടെ, മെയിൻ കണ്ടന്റ് ആയിക്കോട്ടെ, ലെങ്തി വീഡിയോ ആയിക്കോട്ടെ, റീൽസ്, എന്തിനു വേണമെങ്കിലും ഇവരെ രണ്ടുപേരെ യൂസ് ചെയ്യാം. പരാതി വരൂല, പരാതിയില്ല, വിഷമങ്ങൾ വരൂല. ഞാൻ വിഷമം വരത്തില്ല എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ കണ്ണാപ്പിയുടെ അച്ഛൻ ഇന്ന് വന്നായിരുന്നു. പുള്ളി എന്റെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞു, ഇവനെ പോലെ ഒരു കഴിവേറെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. അതും കേട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അവൻ ഒരു പരാതി, കാരണം അച്ഛൻ വരെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ലൈക്ക് ഇവനൊരു പരാതി ഉണ്ടാവും, വരത്തില്ല. വേറെ റാൻഡ് ആൾക്കാർ പറഞ്ഞാലും പരാതി വരില്ല. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇട്ട് തന്നത്, മനസ്സിലായോ? എന്തിനു വേണേലും അവരെ ഉപയോഗിക്കാം, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, എനിക്കൊരു ജോലി പറയാൻ. എന്താ ബാബു പറഞ്ഞേ? ഇതിന് മുന്നേ മലയാളിയിൽ ഞാൻ ഊസ് ചെയ്തതിൽ മലയാളിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? ഊഷ് ചെയ്തതിൽ വിഷമമുണ്ട്. ഇനി അങ്ങോട്ട് ഊഷ് ചെയ്യാതിരുന്നാ മതി. ഓക്കെ, ഞാൻ മാക്സിമം ഊസ് ചെയ്യാതിരിക്കാം. മള്ളി മാക്സിമം ഊസ് ചെയ്യാതിരിക്കാം. പുതിയ ജോൾസ് ജോയ്സ് ഞാൻ മറ്റേ വെള്ളക്കാരൻ. ജോൾസ് ജോയ്സ് ഒക്കെ എവിടുന്ന് കിട്ടി? മള്ളി പുതിയ ബിസിനസ്. ഈ ഡ്രസ്സോ? പുതിയ ബിസിനസ്. എന്താണ് ബിസിനസ്? 5 കമ്പനി. 5 കമ്പനിയാ? ഒരെണ്ണത്തിന്റെ കാര്യം പറ. ഒരെണ്ണം 5 കമ്പനി. പിക്കിൾ കമ്പനി. അച്ചാർ. 5 കമ്പനി. എല്ലായിടത്തും അച്ചാറാണല്ലോ, അത് എന്താണെന്ന് മനസ്സിലാവണില്ല. മള്ളി ഞാൻ ഇത്തവണ ഞാൻ ക്രിസ്മസിന് നാട്ടിൽ പോയപ്പോഴാണ് മള്ളി എനിക്ക് ഈ ഒരു ഐഡിയ കിട്ടുന്നത്. ക്രിസ്മസിന് നാട്ടിൽ പോയപ്പോ ഭാര്യ മക്കളൊക്കെ കണ്ടോ? മള്ളി എനിക്ക് എന്റെ അച്ഛന് പോലും ഒരു ഭാര്യ ഇല്ല, പിന്നെ എനിക്ക് എങ്ങനെയാണ് ഒരു ഭാര്യ ഉണ്ടാവുക? അച്ഛന് ഭാര്യ ഇല്ലേ? അല്ല, അങ്ങനെയല്ല, മരിച്ചു പോയില്ലേ അവരൊക്കെ, അപ്പൊ ഇല്ലല്ലോ. ഓ, അങ്ങനെ മള്ളി അവിടെ ഉള്ള പെൺകൂട്ടുകാരുടെ മെയിൻ പ്രശ്നം അവർ ഭർത്താക്കന്മാർ ഫുഡ് സമയത്ത് കഴിക്കുന്നില്ല. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം, ഫുഡ് 3 നേരം കഴിക്കുന്നില്ല. അവർ 3 നേരം എന്താണ് കൂടുതൽ കഴിക്കുന്നത്? എന്താ കഴിക്കുന്നത്? പറയൂ. തമ്പാക്ക്. അവിടെ വെച്ചാണ് എന്റെ ഉള്ളിലുള്ള ഊണ്ട്രപ്പണർ ഉണരുന്നത്. മനസ്സിലായോ? എന്തുണർന്നത്? ഊണ്ട്രപ്പണർ. മനസ്സിലായില്ലേ? അതായത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു തമ്പാക്ക് അച്ചാർ. സൂപ്പർ. മള്ളി ഇപ്പൊ 3 നേരം ഫുഡിന്റെ കൂടെ തമ്പാക്ക് കഴിക്കാൻ മാത്രം ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്. ഭാര്യമാരുടെ പ്രസവവും തീർന്നു, പയ്യന്മാരുടെ കടിയും തീർന്നു. എങ്ങനെയുണ്ട്? തമ്പാക്ക് വെച്ച് അച്ചാറാ? ഇതിപ്പോ നല്ല രീതിയിൽ ഓടുന്നുണ്ടോ? മള്ളി ഇപ്പൊ സത്യം പറയാലോ, ഇതേ ഓടുന്നുള്ളൂ. ഇപ്പൊ അവിടെ വേറെ അച്ചാറൊന്നും പോണില്ല? ഒന്നും പോണില്ല. ചപ്പാത്തിയുടെ കൂടെ അച്ചാർ, ചാറിന്റെ കൂടെ അച്ചാർ, കഞ്ഞി കൂടെ അച്ചാർ, റൊട്ടി കൂടെ അച്ചാർ, പരാട്ട കൂടെ അച്ചാർ, ഫുൾ അച്ചാർ. മള്ളി എന്തൊക്കെയാണ് പ്രോഡക്ട്സ്? ഈ തമ്പാക്ക് അച്ചാർ മാത്രമേ ഉള്ളൂ? മള്ളി മെയിൻ ആയിട്ട് തമ്പാക്ക് അച്ചാർ 2 ടൈപ്സ് ഉണ്ട്. മുതുക്കര പോയിട്ട് മള്ളി അപ്പൊ അങ്ങനെ റോസ്റ്റ് അച്ചാറുണ്ട്. അതായത് നമ്മുടെ ഈ മുളക് പൊടിയുള്ള ഇങ്ങനെ തടവിയിട്ടുള്ള റാസ്റ്റ് ഇല്ലേ? എന്ത് റാസ്റ്റ്? റോസ്റ്റ് അച്ചാറും ഉണ്ട്, പിന്നെ കറി പോലെ ഇരിക്കുന്ന അച്ചാറും ഉണ്ട്. 2 ടൈപ്സ് ഉണ്ട്. അതെന്താ വ്യത്യാസം? വ്യത്യാസമൊന്നുമില്ല. ഒന്നിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു, ഒരെണ്ണത്തിൽ വെള്ളം കുറച്ച് ഒഴിച്ചു. സിമ്പിൾ. പ്രൊഡക്ട്സ് 2 ആയി. സെയിലാക്കുമ്പോ 2 സെയിലാക്കല്ലോ. വ്യത്യാസം സത്യം പറഞ്ഞ വില മാത്രമേ ഉള്ളല്ലേ? വെളിയിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ
എങ്ങനെ കണ്ടുപിടിച്ചോണ്ട് വരുന്നു ബാബു? മുള്ളി ഇനി അടുത്തതാണ് മുള്ളി എന്റെ പുതിയ സാധനം ഇറക്കാൻ പോകുന്നത്. എന്ത്? ബീഡ അച്ചാർ. നമ്മുടെ നാരങ്ങ പീസ് എടുക്കുന്ന പോലെ ഓരോ ബീഡ അച്ചാറിന് തോണ്ടിയെടുത്ത് തിന്നണം. ഇത് 2026 ലോഞ്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2026 മള്ളി കാരണം ഈ ഒരു പുള്ളി തമ്പക്കറ്റ ചേലാക്കിയാലല്ലേ പ്രോഫിറ്റബിൾ അല്ലോ. എടാ ഇതൊക്കെ ആൾക്കാർ ചത്തോടെ സാരമല്ലേ മള്ളി? ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത വർഷം തൊട്ട് ചത്ത ആക്കാനുള്ള പെട്ടി വരെ ഞാൻ ബിസിനസ് ആക്കും. എടാ ഇങ്ങനെ എന്തായാലും കഴിച്ച് ചാവാൻ വേണ്ടി 2-3 ഇയേഴ്സ് എടുക്കും. അപ്പൊ ലോഞ്ച് ചെയ്താൽ മതി, ടൈം കിട്ടും. എടാ ഇതൊക്കെ ഇങ്ങനെ കാശുണ്ടാക്കിയിട്ട് ഒന്നും ചെയ്യല്ല കേട്ടോ. നമ്മള് കാശുപത്രി കളയാനേ ഉണ്ടാവുള്ളൂ. ഒരു സംശയമില്ല, ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കരുത്. പേറ്റന്റ് വിറ്റ് കുറെ ഉണ്ടെങ്കിലും മള്ളി ഈ വീടൊക്കെ അങ്ങനെയല്ലേ. എടാ പേട്ടന്റിയാ ഇങ്ങനെ ഒരു വീട് ഇവിടെ കെട്ടിപ്പൊക്കണമെങ്കിൽ എന്തോ ഒരു ക്വാളിറ്റി സാധനം കൊടുത്തിട്ടായിരിക്കും അറിയാം നമ്മളിത് ഉണ്ടാക്കിയത്. അതെ, ക്വാളിറ്റി സാധനം കൊടുത്തിട്ടല്ല മുലയിൽ ഇത് വായിൽ വാങ്ങിയിട്ടാണെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം നിന്റെ അടുത്ത് സത്യസന്ധമായിട്ട് പറയട്ടെ. എന്തോ ഹലോ കുറച്ച് ബിസിനസ് ഡിസ്കഷൻ ഞാൻ പാർട്ട്നേഴ്സ് ഞങ്ങൾ പാർട്ട്നേഴ്സ്. എന്താ പറഞ്ഞു? കണ്ടോ എടാ ഗ്യാങ്സ് കയറി കാണാൻ ഒരു പയ്യനെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ആരിൽ കാണുവാണെ വെടി വെച്ചിട്ടല്ലേ കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇപ്പൊ കശുവണ്ടി നമ്മുടെ നാട്ടില് നല്ലപോലെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ എങ്ങനെ ഇത്രയും പൈസ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എടാ ഒരു ടെക്നിക്ക് ഉണ്ട് നമ്മുടെ നാട്ടില്, ഇതിനൊരു വിലയില്ല. അതുകൊണ്ട് പേട്ടണ്ടികളൊക്കെ പൊതിഞ്ഞ് കളറൊക്കെ അടിച്ച് ഇവിടെ കൊടുക്കും. നല്ല സാധനം പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ 100 രൂപ ഉള്ള സാധനം അവിടെ 1000 രൂപയ്ക്ക് വിൽക്കും. മനസ്സിലായി? നീ തമ്പാക്കച്ചാർ പുറത്തോട്ടൊക്കെ ഒന്ന് എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒക്കെ ചെയ്തു നോക്ക്. ഇല്ല ഇതിന്ന് എനിക്ക് കമ്മീഷൻ വേണ്ട. ഇതിന്ന് 10 പൈസ പോലും എനിക്ക് വേണ്ട. വേണ്ട വേണ്ട ഒരു താല്പര്യമില്ല. സോറി നിന്നോടിപ്പോ അസൂയ വരാൻ വേണ്ടി നീ എന്താ ചെയ്തേ? എന്റെ ബണ്ടലി എന്റെ കോട്ട് സൂട്ട്. എടാ നീ എന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നേ. ലൈക്ക് അടിക്കണേ 10K ലൈക്ക് ആകെ 2K ആൾക്കാർ ഇപ്പോഴും ലൈക്ക് അടിച്ചിട്ടില്ല. ലൈക്ക് അടിക്കണേ. അസൂയേ എനിക്കങ്ങ് വന്നില്ല കേട്ടോ എന്റെ കൂടെ. എന്തിയേ എന്തിയടാ? പോയോ ആള്? അണ്ണന്റെ വണ്ടിയാണത്. ഏത് അണ്ണന്റെ വണ്ടി? ഇത് എന്റെ വണ്ടിയാണ്, ഞാനിപ്പോ നിൽക്കുന്നേ. ഒരു സെക്കൻഡേ. എവിടെ പോയി? ആ കുഞ്ഞു മയിലുകാരനെ ഇടിച്ച് കായലിൽ കളഞ്ഞു. കാല് കാരണം കട്ടിക്കണം. ഒരു ബിസിനസ്